എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനിക്കിട്ടും നയനക്കിട്ടും ഒരു പണി കൊടുക്കാൻ തന്നെ നന്ദുവും കനകൻ ചേർന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് നന്ദു ആ കാര്യം പറയണേ, അങ്ങനെ പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും തമ്മില് കുറച്ചു ദിവസം അകറ്റണമെന്ന് പറയണം. അല്ല, എന്ത് ചെയ്യാൻ പറ്റും മോളെന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നയനേച്ചിനെ പോകുമ്പോ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയാം. ഇത് കേട്ടതും കനക പറഞ്ഞു, അല്ല മോളെ, അതിനിപ്പം അവര് സമ്മതിക്കുമെന്ന് ചോദിക്കാം. നമുക്ക് പറയാം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ ഇപ്പം അമ്മായിമ്മയ്ക്കും മരുമോളെ കാണത്തില്ലെന്നല്ലേ ഇവിടെ മൊത്തത്തിലുള്ള പറച്ചില്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവെന്ന് പറയണം. അപ്പോഴേക്കും നയന എങ്ങോട്ടേക്ക് വരുവാണ്. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേ കനക ചോദിച്ചു, അല്ല മോളെ, നിന്നോട് ദേവേനെ നിന്റെ അമ്മായിമ്മയുടെ പെരുമാറ്റം എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയൊക്കെ തന്നെ അമ്മേ, പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, അങ്ങനെയാണ് മോളെ, പിന്നെ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ അർത്ഥം ഇരിക്കണെന്ന് ചോദിക്കുക. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇപ്പം മോളെ ഇഷ്ടമില്ലല്ലോ അവർക്ക്, അങ്ങനെയാണ് കാര്യം ചെയ്യുക, മോള് കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കാൻ പറയണേ. അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ശരിയാകത്തില്ലെന്ന് പറഞ്ഞേ. അല്ലമ്മേ, അത് പിന്നെ ആദർശാണ് ഇഷ്ടപ്പെടില്ല ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. ആ ശരിയായ കാര്യമാണോ? ഓ, അതാണോ കുഴപ്പം? നന്ദു പെട്ടെന്ന് പറഞ്ഞു, ആദർശനോട് ഞാൻ ചോദിച്ചോളാം, ഞാൻ ചോദിച്ച സമ്മതമൊക്കെ വാങ്ങിച്ചോളാം, ആ കാര്യത്തിൽ ദേ ചേച്ചി പേടിക്കണ്ടെന്ന് പറയണം. എന്നാലും എനിക്ക് ആകെപ്പാടൊരു ബുദ്ധിമുട്ട്. എന്താ മോളെ, എന്തേലും പ്രശ്നമുണ്ടോ എന്ന് നിൽക്കും. കുഴപ്പമൊന്നും ഇല്ല, പിന്നെന്താ കുഴപ്പം? ഈ സമയം നന്ദൂറും ചേച്ചിയും കൂടെ വാ. നവ്യേച്ചി നമ്മളെല്ലാരും കൂടെ കൂടി നമ്മൾ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് ചോദിക്കണം. നവ്യേച്ചിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് 3 പേർക്കും പഴയതുപോലെ വീട്ടിലൊന്ന് അടിച്ചു പൊളിക്കേണ്ടെന്നൊക്കെ ചോദിക്കുക. അത് കേട്ടപ്പം എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലാണ്. പിന്നീട് കനക പറഞ്ഞു, നന്ദൂട്ടാ, നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ ആദർശ് ചോദിക്കാന്ന് പറയണം. പിന്നീട് നേരെ ആദർശിന്റെ അരിയിലേക്ക് കനക ചെല്ലുവാണ്. കനക എന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയണേ. എന്താ അമ്മേ? അത് പിന്നെ നയനമോളെ കുറച്ചു ദിവസം വീട്ടിലേക്ക് കൊണ്ടായാലോ എന്ന് ഒരാലോചന ഉണ്ടെന്ന് പറയാം. അല്ല, എന്ത് പറ്റിയിപ്പം? അവൾ എന്തെങ്കിലും വീട്ടിൽ വരണമെന്ന് എന്തെങ്കിലും പറഞ്ഞോ? അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല മോനറിയാലോ. കാരണം നിന്റെ അമ്മയ്ക്ക് കരള് കൊടുത്ത നയനമോളാണ്. പക്ഷെ ഇതുവരെയായിട്ടും നയനമോളെ നിന്റെ അമ്മ അംഗീകരിച്ചിട്ട് പോലുമില്ല. ആ ഒരു വിഷമം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോഴും മോളോടാണെങ്കിൽ കടുത്ത ദേഷ്യം തന്നെ. ഇന്ന് തന്നെ ആണെങ്കിലും കണ്ടില്ലേ, എല്ലാരും കൂടിയ സമയത്ത് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്. പാവം എന്റെ മോളായതുകൊണ്ട് അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന. ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം ഞങ്ങൾ മോളെ അവിടെ കൊണ്ടേ നിർത്താന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അല്ല നയന എന്ത് പറഞ്ഞു? അതിപ്പം മോനോട് ചോദിക്കാൻ പറഞ്ഞു. മോന് സമ്മതമാണ്, പിന്നെ മോൾക്കും കുഴപ്പമില്ലായിരിക്കും. പോരാത്തിന് നവ്യേനെയും കൂടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവല്ലേ എന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അവൾ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ നിന്നോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം കനയ്ക്ക് സന്തോഷമായി. പക്ഷെ ദേവേനി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നീട് ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ അമ്മ അറിഞ്ഞു കഴിയുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നും കാണാൻ വഴിയില്ല. കാരണം എങ്ങനെയെങ്കിലും നയനമോൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയെന്നും ഉണ്ടായിരിക്കുള്ളൂ. അതല്ലല്ലോ, കാരണം അമ്മ വന്നല്ലേ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നേന്ന് പറയണം. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു. നയന പറഞ്ഞു, അതല്ലമ്മേ, അമ്മയോടും കൂടെ ഒന്ന് ചോദിക്കണം. കാരണം അമ്മ ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്ത് പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കണം. ശരി, ഞാൻ ചോദിക്കാന്ന് പറയണം. പിന്നീട് കനക നേരെ ദേവേന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. ദേവേന്റെ അടുത്ത് നിന്നിട്ട് അതെ, ഞാൻ നവിമോളെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ നയനമോളെയും കൂടെ കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് കരുതാമെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ദേവേനെ വിളിച്ചു, നയനെ കൊണ്ടുപോകാനാ? അതെന്തിനാ ഇപ്പൊ നയനെ കൊണ്ടുപോകുന്നേ? അല്ല, അത് പിന്നെ നവ്യനെ കൂട്ടിക്കൊണ്ട് പോയല്ലേ, പിന്നെ അവളും കൂടെ കുറച്ചു ദിവസം വന്ന് വീട്ടിൽ നിൽക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. അവളിവിടെ നിൽക്കുന്ന ഈ പറയുന്ന ജലജയ്ക്കാണെങ്കിലും ജാനകിക്കാണെങ്കിലും ആർക്കും ഇഷ്ടമില്ല. എന്റെ മോള് പാവമായതുകൊണ്ട് പിന്നെ ആരോടൊന്നും പരാതിയും പരിഭവങ്ങളൊന്നും പറയുന്നില്ല. എന്തിനേറെ പറയുന്നു, ദേവേനിക്ക് പോലും എന്റെ മോള് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലോ എന്ന് പറയാം. അത് പിന്നെ അല്ല, ആദർശ് സമ്മതിക്കുവോ? ആദർശിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും കൂട്ടിക്കൊണ്ട് പോയല്ലേ. ആദർശിന് കുഴപ്പമൊന്നുമില്ല, അവൻ മോളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞെന്ന് പറയണം. അത് കേട്ടപ്പോൾ ദേവേനിക്ക് പിന്നെ എന്ത് മറുപടി പറയാനും നടത്തില്ല. എല്ലാ പഴുതുകളും അടഞ്ഞു. ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് നീങ്ങും? നയനെ ഇവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യണം. ആകെപ്പാടെ വല്ലാത്തൊരു കളി കിട്ടിയൊരു അവസ്ഥയായി ദേവേനിക്ക്. പിന്നീട് ദേവേനെ പറഞ്ഞ, എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനെന്ന് ചോദിക്കുക. അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ, ബലം പിടിച്ചോടെ നിർത്താൻ പറ്റില്ലോ. അപ്പൊ പിന്നെ ചോദ്യവും പറച്ചിലൊക്കെ ആവും. പിന്നീട് ദേവേനി നേരെ ആദർശിന്റെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും ജയനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ദേവേനി കാര്യം പറയണ, എടാ നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തീരുമാനിച്ചെന്ന് ചോദിക്കാം. ആന്തമ്മ അങ്ങനെ വെച്ചാ, അല്ല അവളുടെ അമ്മ പറഞ്ഞു
അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം. ഓ അതാണോ? അങ്ങനെയാണെങ്കിൽ കൊണ്ടോട്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അല്ല നിനക്കോ ദേവേനി, അവളെ കൊണ്ടുപോകുന്നതിന് നിനക്ക് കുഴപ്പമുണ്ടോ നിൽക്കും. എനിക്കെന്ത് കുഴപ്പം? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ജയൻ പറഞ്ഞു, കുഴപ്പമില്ല എന്നൊക്കെ നീ പറയും. പിന്നെ ഒരു കാര്യമുണ്ട്, മോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദർശ് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ അവിടെ പോയി നിന്നിരിക്കും. ആ ചിലപ്പം പോയിട്ടുണ്ട് ഒരാഴ്ചയൊക്കെ താമസിച്ചിരിക്കും. കാരണം മോൾ അവിടെയാണല്ലോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ പിന്നെ എതിർപ്പൊന്നും പറയല്ലെന്ന് പറയണ. ഇത് കേട്ടപ്പം ദേവേന പറഞ്ഞു, അത് പിന്നെ അവള് പോയെന്ന് പറഞ്ഞോണ്ട് ഇവൻ പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അതാ പറഞ്ഞത്. അതുകൊണ്ട് നീ ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പം ദേവേനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ആദർശിന് കുഴപ്പമില്ലെങ്കിൽ ആദർശ് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലമ്മേ, അവള് പോയി നിൽക്കുവാണെ നിൽക്കട്ടെ, നല്ല കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവളും കൂടെ വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയണം. ദേവേനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടിയില്ല. നയനമോള് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തനിക്കാണ് അങ്ങോട്ട് എപ്പോഴും പോയി കാണാനും പറ്റില്ല, അവളോട് തനിച്ചൊന്നും സംസാരിക്കാനും പറ്റിയിട്ടില്ല. ആ ഒരു ടെൻഷനായിരുന്നു ദേവേന്റെ ഉള്ളിൽ നിറയുണ്ടായിരുന്നേ. പിന്നീട് ദേവേനി പതുക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേനും നയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയനയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ ചെയ്യുന്നേ, മോള് പോവാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ. അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ എതിർക്കാൻ തോന്നിയില്ല. ചിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയല്ലോ. ദേവേന് പറഞ്ഞു, അത് ശരിയാ, എനിക്കാണല്ലോ അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, മോൾ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടതും നയന് പറഞ്ഞു, എനിക്കും ആഗ്രഹം ഉണ്ടമ്മേന്ന് പറയണം. മോള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സങ്കടം, അങ്ങോട്ടേക്ക് വന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ. അത് ശരിയാ, ശരിക്കും ഒന്ന് സ്നേഹിച്ച് കൊതി പോലും മാറിയിട്ടില്ലെന്ന് പറയണം. ദേവേനയുടെ സംസാരം കേട്ടപ്പോൾ നയനയ്ക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. ഈ സമയത്ത് നന്ദു അല്ലട വരുവാണ്. നന്ദു കണ്ട് രണ്ടുപേരും കൂടെ മാറി സംസാരിക്കുന്നു. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ മാറി സംസാരിക്കുക, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. ഇപ്പൊ നല്ല ടെൻഷൻ ആയിട്ടുണ്ട് തോന്നുന്നു രണ്ടുപേർക്കും. ഇങ്ങനെ പോയിട്ടുണ്ട്. കുറച്ച് ദിവസം മാറി എന്ന് കഴിയുമ്പോഴത്തേനും അമ്മായിമ്മ വീണ്ടും വരും അങ്ങോട്ടേക്ക്. അതിനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. എത്ര ദിവസം രണ്ടുപേരും കൂടെ മാറി നിൽക്കുന്നു ഒന്ന് കാണണമല്ലോ എന്നൊക്കെ നന്ദു മനസ്സ് വിചാരിച്ചിട്ട് നന്ദു നേരെ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും അനി അങ്ങോട്ടേക്ക് വന്നു. അനിയപ്പം നന്ദുവിന്റെ ഫോട്ടോസും കാര്യങ്ങളും കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരുടെ ഫോട്ടോസാന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ ഫോട്ടോസ് എടുത്തേ. പിന്നീട് അനി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നേ. അങ്ങനെ നന്ദുവിനെ കണ്ടതും അനി ചോദിച്ചു, അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുക. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, പിന്നെ വിശേഷം ചോദിക്കുന്ന കേട്ടോണ്ട് തോന്നും കുറെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ കാണുമ്പോ എന്തേലും ചോദിക്കണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, ഇപ്പൊ അനാമിക ഉണ്ടായിരുന്ന കാണായിരുന്നു പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, ഭാഗ്യത്തിന് അവൾ ഇവിടെ ഇല്ല, അവൾ ഉണ്ടായിരുന്ന മനുഷ്യന് സ്വസ്ഥത സമാധാനം തരില്ലായിരുന്നു. അവൾ ഇല്ലാത്തതുകൊണ്ട് എന്തൊരു സമാധാനം ഉണ്ടല്ലോ, എന്തൊരു സമാധാനം എന്ന് പറയണം. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, സമാധാനമാണ് പോലും, ഞാനും ഇവിടെ വന്നായിരുന്നെങ്കിൽ അവൾ മിക്കവാറും ഞാനുമായിട്ട് ഉടക്കുണ്ടാക്കിയാണെന്ന് പറയാം. അത് ശരിയാ, ഉറപ്പായിട്ട് ഉടക്കുണ്ടാക്കുന്നുള്ള കാര്യം 100% ഉറപ്പാ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരിതും ഇല്ല. കാരണം അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. കൃത്യസമയത്ത് അവൾക്ക് വീട്ടിൽ പോകാൻ തോന്നി നല്ല കാര്യമാന്ന് പറയാണ്. പിന്നീട് നന്ദുവിനോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്, ഇനി ട്രെയിനിങ്ങിന് പോകേണ്ട ദിവസത്തെക്കുറിച്ചൊക്കെ. പിന്നെ നന്ദു പറഞ്ഞു, ശരി ഞാൻ താഴേക്ക് ചെല്ലട്ടെ, ഇനി ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ അത് മതി, അടുത്ത പ്രശ്നമാണെന്ന് പറയാം. അനി പറഞ്ഞു, എന്ത് പ്രശ്നം? അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്റെ ഫ്രണ്ടല്ലേ നീ? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇവിടെ എല്ലാവർക്കും വേറെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ, വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് ചോദിക്കാം. അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫോൺ വിളിക്കാന്ന് പറയണം. ഫോൺ വിളിക്കുമ്പോൾ എടുക്കണം കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അത് ഞാനെപ്പോഴും എടുക്കായിരുന്നേ, ഇപ്പൊ അനി എപ്പോൾ വിളിച്ചാലും ഞാൻ കോൾ എടുക്കുന്നില്ലേന്ന് ചോദിക്കും. എടുക്കുന്നുണ്ട്, പിന്നെന്താ? ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല എല്ലാവരും കൂടെ കൂടുന്നപ്പോൾ ഫോട്ടോ എടുത്തില്ലേ എന്ന് നന്ദു ചോദിക്കുകയാണ്. എടുത്തു. അല്ല സത്യം പറ, അത് എന്റെ മാത്രം ഫോട്ടോയാണോ അതോ എല്ലാവരുടെ ഫോട്ടോ എടുത്തെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, അത് ഞാൻ ഫോട്ടോ എടുത്തല്ലോ, എന്നാ ഒന്ന് കാണിച്ചെന്ന് പറയണം. അത് കേട്ടതും എനിക്കൊരു വെപ്രാളമായിപ്പോയി. നന്ദുവിന്റെ മാത്രം ഫോട്ടോസാണ് അതിനകത്തുള്ളത്. പെട്ടെന്ന് അനി പറഞ്ഞു, അതെ എന്റെ ഫോണിനകത്തുണ്ടെന്ന് പറയണ. ഈ സമയം നന്ദു പറഞ്ഞു, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണേ. എന്ത് സംശയം? സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണ. പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും അനി എന്ത് ചെയ്യുവാണ്, ആ ഫോട്ടോസ് എടുത്ത് സേഫ് ഫോൾഡറിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കുവാണ്. ഇനി എങ്ങാനും അനാമിക കണ്ടിട്ടുണ്ടെ പിന്നെ അത് മതി ഇവിടെ ഒരു അടുത്ത ഭൂകമ്പം ഉണ്ടാകാനായിട്ട്. പിന്നീടാണ് ആകെപ്പാടെ ദേവേനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നയനെ ഇപ്പൊ തന്നെ പോവുകയും ചെയ്യും. നയനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് സഹിക്കാൻ പറ്റില്ല, ആകെ വിഷമിച്ചിരിക്കുവാണ്. അപ്പോഴേക്കും ജയം വന്നിട്ട് എന്ത് പറ്റി ദേവേനെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ നിനക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനിയിപ്പം നയനമ്പോള് പോകുന്നതിന്റെ വല്ല വിഷമം ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ അവള് പോകുന്നതിന് ഞാനിപ്പോ അതിനെ വിഷമിക്കണം നിൽക്കും. നിനക്ക് പിന്നെ സന്തോഷമാണല്ലോ ഉള്ളത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് ജയൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ജാനകി ജലജ അങ്ങോട്ട് വരുവാണ്.
അല്ല എടുത്തി അവള് പോവാണോ നയനെന്ന് ചോദിക്കണം. ആ പോകാന്നൊക്കെ പറയുന്ന കേട്ടു. ഓ രക്ഷപ്പെട്ടു. ഓ ദൈവമേ, 2 മാരണങ്ങളും അങ്ങനെ ഒഴിവായി കിട്ടുമല്ലോ ഇവിടുന്ന്. കുറച്ച് ദിവസത്തിന്റെ സമാധാനവും മനുഷ്യന് എന്ന് ജലജ പറയാണ്. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അത് ശരിയാ. ഉം, മോളോട് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഇവറ്റുകൾ രണ്ടും ഇല്ലെങ്കിൽ എന്റെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. ഇത് കേട്ടതും ദേവേനി മനസ്സിൽ പറഞ്ഞു, നിന്റെ മരുമോള് അവളെ മാത്രം ഇവിടെ കൊണ്ടു നിർത്താൻ നീ വിചാരിക്കുന്നുണ്ട്, നിനക്ക് തെറ്റി. എന്റെ മരുമോള് ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ അവിടെ നിർത്തത്തില്ല. കണ്ടോ, ഈ ദേവേനെ പോയി കൂട്ടിക്കൊണ്ട് വരും. അതിനുള്ള തന്ത്രമൊക്കെ ഈ ദേവേനി മെനയും എന്നൊക്കെ ദേവേനി മനസ്സിൽ പറയാണ്. പിന്നീട് കനകയും ഗോവിന്ദനും അവരെല്ലാരും കൂടെ അങ്ങ് ഇറങ്ങാനായിട്ട് സമയമായി. ഈ സമയം ദേവേനിക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജയമന്ത്രിയോട്, നീ ഇവിടെ എന്തെടുക്കോ ദേവേനി, താഴേക്ക് വരുന്നില്ല, അവർക്ക് പോകാൻ റെഡിയാകുമെന്ന് പറയണം. ആ പെട്ടെന്ന് തന്നെ ദേവേനിയോട് ഞാൻ വരാന്ന് പറയണം. ഇനിയിപ്പം എനിക്കൊന്ന് നയനമോളെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ട് പോകാന്നെ കനയും ഗോവിന്ദനും വേറൊന്നും കൊണ്ടായിരിക്കില്ല. ഇവിടെ വന്നിട്ടും അവര് കണ്ടതല്ലേ, നിന്റെ ആണെങ്കിലും അവളോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ അവർക്ക് സഹിച്ചു കാണത്തില്ല. സ്വന്തം മോളല്ലേ, സ്വന്തം മോളെ എല്ലാവരുടെ മുന്നേ ഇട്ട് ഇങ്ങനെ കുത്തി പറയുമ്പോൾ തനിച്ച് കിട്ടുമ്പോൾ എന്തായിരിക്കും എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ കാണും. അതുകൊണ്ടായിരിക്കും മോളെ കൊണ്ടുപോകാനായിട്ട് അവർ ഒരുങ്ങുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം അവിടെ പോയി നിന്നിട്ട് വരട്ടെ എന്നൊക്കെ പറയുവാണ്. ദേവേനേനും മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കനകയും ഗോവിന്ദനും എല്ലാവരും കൂടി ഇറങ്ങുവാണ്. അപ്പം നയനെ ആ കൂടെ തന്നെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും നയനെ തിരിഞ്ഞൊരു നോട്ടം നോക്കുവാണ് ദേവേനയെ. ചങ്ക് പറയുന്ന ഒരു നോട്ടമായിരുന്നു. ദേവേനിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. സഹിച്ചില്ല ദേവേനിക്ക് ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം നയനയ്ക്ക് ഒട്ടും പോകാൻ ഇഷ്ടമില്ലെന്ന് മനസ്സിലായി. പക്ഷേ എങ്കിൽ അവരുടെ കൂടെ പോവാതിരിക്കാനും പറ്റില്ല. അങ്ങനെ നയന അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.